കവീസ് കിച്ചൺ പാർട്ട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രൈ ചില്ലി ചിക്കൻ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഡ്രൈ ചില്ലി ചിക്കൻ. അപ്പോൾ നമുക്കത് വീട്ടിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം ഞാനിതിപ്പോൾ 1 കിലോ ചിക്കൻ, ചിക്കൻ കഷ്ണങ്ങൾ എല്ലുള്ള കഷ്ണം കൂടുതൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. ചില്ലിക്ക് കട്ട് ചെയ്യണ പോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഇപ്പോൾ 1 കിലോ ചിക്കനാണ് കേട്ടോ. നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് പൊടികളൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാണിക്കാം. ചിക്കൻ വറക്കാനായിട്ട് നമുക്ക് കുറച്ച് പൗഡർ ചേർക്കണമെന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂണോളം മൈദ മാവാണ് ചേർക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂണോളം മൈദ മാവ് ചേർത്തിട്ടുണ്ട്. ഇനി അതേ അളവിൽ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കണം. കണ്ടില്ലേ, ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. അതുകൂടി കഴിഞ്ഞാൽ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ഞാൻ 1 സ്പൂണോളം സോയാ സോസും കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, എല്ലാമായി. ഇനി നമുക്കിതൊന്ന് തിരുമ്മി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. അപ്പം ഞാൻ എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. ഇതിങ്ങനെ കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ വറക്കാൻ ആവശ്യമുള്ള ഓയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പരമാവധി ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്കിനി ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി മൊരിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഡ്രൈ ശരിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഓയിൽ ഒഴിച്ചുകൊണ്ട് ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഫ്ലെയിം കുറയ്ക്കരുത്. എപ്പോഴും നല്ല തീ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്, 1 സ്പൂൺ കേട്ടോ. ഇതിലേക്ക് 1 സബോള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 സബോള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പച്ചമുളക് കൂട്ടി കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കും. കണ്ടില്ലേ, ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കുക. ഇനി നമുക്ക് സോസുകളൊക്കെ ചേർക്കാം. കുരുമുളകിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അധികം സമയം വൈകിക്കാൻ നിൽക്കരുത്. 2 ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്ക് സോസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. 1 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണോളം 1-1.5 സ്പൂണോളം അത് എരിവിനനുസരിച്ച് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, ഞാൻ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില്ലി പേസ്റ്റ് നന്നായിട്ട് ചൂടൊക്കെ ആയിട്ട് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇപ്പോൾ തന്നെ നല്ല കളറുണ്ട്. ഇതിലേക്ക് നമുക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണോളം കേട്ടോ. അതേപോലെ തന്നെ നന്നായി ഇളക്കിയ ശേഷം 1 സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ സോയാ സോസ് ചേർക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. 1/2 സ്പൂണോളം പഞ്ചസാരയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കും. നമുക്കിതിലേക്ക് പഞ്ചസാരയും ഉപ്പും വേഗം തന്നെ ചേർക്കാം. പഞ്ചസാരയും ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ചിക്കൻ ഇടാറായി. നമ്മുടെ
സോസൊക്കെ ഇത്രയും ഇങ്ങനെ ആയാൽ മതി കേട്ടോ, അല്ലാണ്ടൊന്നും മൊരിക്കൊന്നും വേണ്ട. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ, പെട്ടെന്ന് ചെയ്യണേ. കണ്ടില്ലേ, ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പ്, 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1/4 കപ്പോളം ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൂട്ടുകയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഞാനിത് ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവോളയും ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാണേ. എന്താ കളറ്, ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തപ്പോൾ അടിപൊളിയായി. ഇങ്ങോട്ട് താമസിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൂട്ടി അപ്പം തന്നെ തീ ഓഫ് ചെയ്തോളൂ. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചില്ലി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ചിക്കൻ നമുക്ക് കൈ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നുള്ളൂ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്. കണ്ടില്ലേ, അടിപൊളി ചില്ലി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണം കഴിക്കാം കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബായ്. ട്രൈ ചെയ്ത് നോക്കണേ.